ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ലോഡഡ് ഫ്രൈസും പിന്നെ ഒരു ബർഗറും കഴിക്കാൻ വന്നേക്കേണ്ട. ഈ സ്പോട്ടിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറായി ബീച്ചിലുള്ള കോക്കോനട്ടാണ്. ചിലവർക്കൊക്കെ അറിയാൻ പറ്റിയിരിക്കും. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വെയിറ്റിംഗ് ഉണ്ടെങ്കിലും അവിടെ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്താക്കണോണ്ട് നമുക്കത് കളിച്ച് സമയം പോണത് അറിയില്ല കേട്ടോ. ഇഷ്ടംപോലെ കാറിൻ്റെ കളക്ഷൻസും കുറേ നമുക്കറിയാത്ത ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതെന്തെന്നാ നമുക്ക് അറിയാണ്ടായിരുന്നില്ല. ഇതൊരു ബിൽഡിങ്ങിൽ കുറച്ച് കാറൊക്കെ കയറ്റി പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു വെച്ചിരുന്നത്. പിന്നെ ഈ ഒരു സാധനം നല്ല രസമായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. അത് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം കളിച്ച് നോക്കിയായിരുന്നു. പിന്നെ അത് ഈ ഒരു ഗെയിം അതെന്താണെന്നും കൂടി മനസ്സിലാവണുണ്ടായിരുന്നില്ല. അതും കുറച്ചൊന്ന് ട്രൈ ചെയ്തായിരുന്നു. ലാസ്റ്റ് മനസ്സിലാക്കാണ്ട് നിർത്തി. പിന്നെ കുറേ കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ആ പരിപാടി ഞങ്ങൾ നിർത്തി കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അത് ഈ ഒരു ഗെയിം ഇതെന്താണെന്ന് മനസ്സിലാവണുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്തോ വെറുതെ കുറച്ച് നേരം കളിച്ച് പിന്നെ അതൊക്കെ മടക്കി വെച്ച്. പിന്നെ ഈ ഗെയിം കളിക്കാൻ നല്ല രസമുണ്ടായി. അത് തട്ടിയിട്ടാ അത് മൊത്തം മറിഞ്ഞു വീണ ഗെയിം. അത് നമ്മൾ മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു സാധനമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ചീസി മെൽറ്റഡ് ചിക്കൻ ബർഗറാണ് കേട്ടോ. അത് തന്നെയാണ് ആദ്യം വന്നത്. അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനം ഇതാണ് കേട്ടോ, ലോഡഡ് ഫ്രൈസ്. ഇത് കുറേ നാളായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. അതെന്തോ സാഹചര്യത്തിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലോഡർ ഫ്രൈസ് തന്നെയായിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത്. ബർഗറാണ് ആദ്യം വന്നിരുന്നെങ്കിലും നമ്മൾ ഇത് കുറേ നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച് വെച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് ഫസ്റ്റ് എടുത്തേട്ടാ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായി. മുകളിൽ ഒരു ചീസല്ല, ഒരു മയോനീസും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒരു മിക്സാക്കിയൊരു സോസായിരുന്നു മുകളിലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറേ ഫ്രൈസും കാണാനുണ്ടായി. ചിക്കൻ അടിയിലായിരിക്കും, മുകളിലൊന്നും കണ്ടില്ല. സംഭവം ആ സോസും ആ ഫ്രൈസും കൂടി കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക തരം ഒരു പുളിപ്പും നമ്മുടെ ഒരു മയോനീസിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ മന്തി കഴിക്കണ മയോനീസ് അല്ല, മറ്റേ ബ്രാൻഡഡ് മയോനീസ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. സംഭവം കൊള്ളാട്ടാ, നൈസായിരുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിൻ്റെ ആ ലോഡർ ഫ്രൈസ് മാത്രമാണ് മുകളിൽ നിന്നെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ചിക്കൻ്റെ പീസൊക്കെ അടിയിലായിരുന്നു കേട്ടോ. നമ്മൾ കുത്തിത്തോരം നോക്കിയപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്പൂണിൽ എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത്, പക്ഷേ ഒന്ന് രണ്ട് പീസൊക്കെ അടി പോയായിരുന്നു. എന്നാലും ആ ചിക്കൻ്റെ പീസ് എടുത്ത് കഴിച്ച് നോക്കിയപ്പോഴും സൂപ്പറായിരുന്നു. ഒരു ഫ്രൈഡ് ചിക്കനായിരുന്നു അവരതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സംഭവം നമ്മൾ കുത്തിത്തുറന്ന് ഉള്ളിലൊക്കെ പരിശോധിച്ചപ്പോൾ അത്യാവശ്യം നല്ല ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് ആ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് മെയിനായിട്ട് കിട്ടുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. ഇത് ഒരെണ്ണം ഓർഡർ ചെയ്ത് ആ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ആ ഫ്രൈസ് തണുത്ത് പോണേക്കാൾ മുമ്പ് കഴിക്കണേ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സംഭവം കൊള്ളായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ എടുത്തത് ചീസി മെൽറ്റഡ് ചിക്കൻ ബർഗറാണ്. ഈ സാധനം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തതാണ്. പിന്നെ ആ ഒരു ഇത് രണ്ടാമതാണ് എടുത്തത്. അത്യാവശ്യം ചിക്കനൊക്കെ ഫ്രണ്ടിൽ കാണാറുണ്ട് കേട്ടോ. ഹാരതി സാധനമാണ് സംഭവം കൊണ്ടുവന്നത്. ഇത് ബർഗർ കഴിക്കാൻ ഇത്തിരി പണിയാണ്. അത്രയും ആ ലോഡഡ് ആയിട്ടുള്ളത് കൊണ്ട് വായിൽ ഫുള്ളായിട്ട് കയറൂല. പിന്നെ ഇവരുടെ തന്നെ വേറൊരു UFO എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതാവുമ്പോൾ ഫുള്ള് കവറിങ് ആയിരിക്കും, ചാടിയൊന്നും പോകില്ല. പക്ഷെ അന്നേരം അത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് പറയണ പോലെ ചീസിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. കാരണം അതിൻ്റെ പേര് മെൽറ്റഡ് ചീസി എന്നാണല്ലോ. അപ്പം നല്ല ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ടേസ്റ്റ് ചീസിൻ്റെ കുറവായിരുന്നു. അപ്പം നമ്മൾ ഒന്ന് നൈസായിട്ട് അതൊന്ന് പൊളിച്ച് നോക്കിയിട്ടാ. പൊളിച്ച് നോക്കിയപ്പോൾ മേലെ ഒരു പീസ് ചീസ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വലിയൊരു ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവം കുഴപ്പമില്ല കേട്ടോ, നൈസായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ ഒരു ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം ഒരു വലിയൊരു മകി തന്നെയാണ് അവർ കൊണ്ടുവന്നത്. സാധാരണ സ്ഥലത്തൊക്കെ ഒരു മറ്റേ അടിയിൽ നിന്ന് ഇങ്ങനെ കൂർത്ത് മുകളിൽ വലിപ്പമുള്ള ഗ്ലാസ്സിലാണ് നമുക്ക് തരാറ്. അത് ഗ്ലാസ് വലുതായിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ. പക്ഷേ ഇതിൽ സംഭവത്തിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അതിലൊരു നിരാശയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കൊടുത്ത കാശിന് എന്തായാലും ലാഭമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. നമ്മുടെ വയറൊക്കെ നല്ല അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലോഡർ ഫ്രൈസ് ആണെങ്കിലും പിന്നെ ചിക്കൻ ബർഗർ ആണെങ്കിലും സംഭവം പൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ചെറായി ബീച്ചിലുള്ള കോക്കോനട്ടാണ്. അവിടെ ചെറായി ബീച്ചിലേക്ക് എത്തണേക്ക് മുമ്പ് ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ബോർഡൊക്കെ കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് ചെറായി ബീച്ചൊന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ വീടിൻ്റെ അരികത്താണെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെ പോവാറില്ല. അപ്പോൾ അങ്ങനെ ചുമ്മാ പോയി. അങ്ങനെ രാത്രിയായിരുന്നു. അങ്ങനെ ആരും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ബീച്ചിൽ, 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഒരു 2 പട്ടിനെ കണ്ടേട്ടാ. അപ്പം നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അടുത്ത കടയിൽ പോയി ഒരു ബിസ്ക്കറ്റ് മേടിച്ച് ആ 2 പട്ടികൾക്കും കൊടുത്തായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ പട്ടിനെ കാണാനായിട്ട്. ഞാൻ 2 വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അവളത് സമ്മതിച്ചില്ല കേട്ടോ. എന്തായാലും പട്ടികൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരത്തേക്കും ഓടി ചെല്ലണ്ട. എനിക്ക് കൊണ്ട് ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങനെ ഓടിച്ചെല്ലണത്. കാരണം എല്ലാവരും അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, പിന്നെ നമ്മുടെ പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.